പ്രൈസ് ലോർഡ്. സഭാകാലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ സഭാകാലമാണ്. സർദീസ് സഭാകാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ കാലം AD 520 മുതൽ 1750 വരെയുള്ള കാലഘട്ടമാണ് സർദീസ് സഭാകാലം. അപ്പോൾ ഒന്നാമത്തെ സഭാകാലത്തിൽ പരിശുദ്ധാത്മാവിനാൽ തുടങ്ങിയ വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവൊന്ന്, ഉപദേശം ഒന്ന്, സഭ ഒന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും അത് പരിശുദ്ധാത്മാവ്, അവൻ തന്നെ ദൈവവും പിതാവുമായവൻ. ഇതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞു. അപ്പോൾ 3 പേരെന്ന് പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു, അത് മൂന്നാമത്തെ വ്യക്തി. ദൈവമോ വേറെ വ്യക്തി. കന്യക ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാൽ. അപ്പം പുത്രൻ്റെ പിതാവ് ആരായിരിക്കണം? പരിശുദ്ധാത്മാവ്. പുത്രൻ എന്ത് പറഞ്ഞു? ദൈവമാണെന്ന്. അപ്പോൾ ജാരസന്തതിയോ? 2 പിതാവോ? ഒന്നേ ഉള്ളൂ, ആത്മാവ് ഒന്ന്. പിശാച്, ഈ എതിർ ക്രിസ്തു എല്ലാ സഭകളെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഈ അഞ്ചാമത്തെ സഭാകാലം സർദീസ് എന്നാണ്. സർദീസ് സഭാകാലത്ത് ഓക്കെ ഇത് അഞ്ചാമത്തെ 5ഉം 6ഉം സഭാകാലം ചുമന്ന കുതിരപ്പുറത്താണ്. നേരത്തെ കത്തോലിക്ക സഭയുടെ കാലം ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞപ്പോൾ അത് കറുത്ത കുതിരപ്പുറത്താണ് ഒരുത്തൻ വന്നത്. അത് ഇരുണ്ട കാലഘട്ടം. മനുഷ്യർ തമ്മിൽ കൊല്ലുവാനും ദുരുപദേശം എന്ന വചനം, വാള് അവർക്ക് കിട്ടി. അതാണ് അവിടെ മനുഷ്യർ തങ്ങളെ കൊല്ലുവാൻ തക്കണം ആത്മീയമായി കൊന്നുകളയുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. ഇത് വെളിപ്പാട് പുസ്തകം, സർദീസ് സഭയുടെ വചനം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയാണ്. ഇത് സർദീസ് രക്ഷ എന്നാണ് അതിൻ്റെ ഒരു കർത്താവ് രക്ഷിക്കാൻ വേണ്ടി. അടുത്ത് നീതീകരണത്തിലൂടെ വഴി നടത്തി കുറേ കാലം, റോമർ 5:1. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ വേറൊരു വചനം കൊടുക്കുകയാണ്, വെളിപ്പാട് റോമർ 12:1. അപ്പോൾ നീതീകരണം മാത്രം പോരാ, വിശുദ്ധീകരണം കൂടെ വേണമെന്ന് കർത്താവ് മാർട്ടിൻ ലൂതറിലൂടെ അറിയിക്കുകയാണ്. ഈ സർദീസ് സഭയുടെ ദൂതൻ മാർട്ടിൻ ലൂതറാണ്. ദൂതൻ മീൻസ് ഒരു വ്യക്തി. ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ഏഞ്ചൽ വന്നിട്ടാണ് ആ വചനം, ഈ കാലത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൂതൻ എന്ന് പറയുന്നത്. ഓക്കെ, സർദീസ് സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ. ഇവിടെ 7 ആത്മാവ് 1 എന്ന് പറയുന്നു. കാര്യം ഒരു ആത്മാവിൻ്റെ 7 തരത്തിലുള്ള പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. 7 സഭാകാലങ്ങളിലേക്കും 7 ഏഞ്ചലിനെ അയക്കുമ്പോൾ ദൈവത്തിന് ആ കാലത്തെ ജനത്തോട് എന്തൊക്കെയോ അറിയിക്കാനുണ്ട്. ആ കാര്യം ആ ഏഞ്ചലിലൂടെ അറിയിക്കുന്ന കാര്യമാണ് ഇവിടെ 7 ആത്മാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, 7 നക്ഷത്രം എന്ന് പറയുന്നത് അത് പ്രവാചകന്മാരാണ്, ആ കാലത്തിൻ്റെ ദൂതന്മാരാണ്. അത് അവിടെ നോക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. അത് നീതീകരണത്തിലൂടെ കടത്തിവിട്ടത്. ആ കാലത്തിൽ അത് വിശ്വസിച്ചാൽ മതി. അടുത്ത് വിശുദ്ധീകരണം കൂടെ കൊടുക്കുകയാണ്. ഇതാണ് ലൂതറൻ സഭ ഇന്ന് കാണുന്നത്. അപ്പോൾ യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലുള്ള സഭ എല്ലാവരുടെയും ബൈബിളിലുണ്ട്. അതിൽ നിന്ന് തെറ്റിയാണ് എല്ലാ സഭയും നിൽക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ, മാർത്തോമ സഭ, CSS സഭ ഇത്രയും നീതീകരണത്തിലൂടെ കടന്നുപോയി. 1ഉം 2ഉം കുതിരപ്പുറത്ത് സവാരിക്കാരൻ്റെ കാലത്താണ്. ഓക്കെ, അടുത്ത് ഇപ്പോൾ 5ാമത്തെ ആയപ്പോഴത്തേക്ക് ഒരു ചുമന്ന കുതിരപ്പുറത്ത് വരുന്നത്. 5ഉം 6ഉം സഭാകാലങ്ങൾ ചുമന്ന കുതിരപ്പുറത്താണ്. അവനും ഈ സഭയിൽ കടന്നു വന്നിട്ട് ഈ പുരോഹിതന്മാരിലൂടെ, കുതിര സവാരിക്കാരൻ ഒരുവൻ തന്നെയാണ്, കളർ മാറി മാറി വരുന്നതേ ഉള്ളൂ. അവൻ്റെ ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ് അതെല്ലാം. അവൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ, ക്രിസ്തുവിൻ്റെ അല്ല. ഓക്കെ, ഇവിടെ നീ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പോൾ പൂർണ്ണത ഏത്? അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ വിശ്വാസം, സ്നാനം, പ്രത്യാശ, കൈവെപ്പ്, കൂട്ടായ്മ, അപ്പം തുറക്കൽ, സ്നാനം, ആ കാര്യങ്ങളിലൂടെ ഉള്ളത് മാത്രമാണ് പൂർണ്ണത. ബാക്കി പൂർണ്ണതയില്ല. ദൈവം വിളിച്ച് ഓരോ കാലങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. കണ്ടോ, ഓരോ സഭാകാലത്തിലും പറയാണ് മാനസാന്തരപ്പെടാൻ. പുതിയ വചനം കൊടുക്കുമ്പോൾ മാനസാന്തരപ്പെടാൻ പറയുകയാണ്. നീ ഉണരാതിരുന്നാൽ, കണ്ടോ, മാനസാന്തരപ്പെടുക, ഞാൻ കള്ളനെ പോലെ വരികയും ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. എന്തായി ഉടുപ്പ് എന്ന് പറയുന്നത്? നീതിയുടെ വസ്ത്രം. അവർക്ക് നീതിയുടെ വസ്ത്രം ലഭിച്ചു തുടങ്ങി. ആ വചനം വിശ്വസിച്ച് ആ കാലത്ത് വെളിപ്പെടുത്തി കൊടുത്തത്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, അതൊന്നും അവർ നോക്കണമെന്നില്ല. പിശാച് തകർത്ത് കളഞ്ഞതിൽ നിന്ന് കുറച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ആമേൻ. ജയിക്കുന്നവൻ വെള്ളയുടുപ്പും അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ
എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. അവൻ്റെ ദൂതന്മാരെന്ന് വെച്ചാൽ ഓരോ കാലത്തേക്കും ഏഞ്ചൽ വന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവരാണ് ആ ഏഞ്ചലിൻ്റെ കീഴിൽ വിശ്വാസികളായി കൂടുന്നത്. ഇവിടെ ഒരു കാര്യം, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ. ഇന്നത്തെ പിശാച് പഠിപ്പിക്കുന്ന എല്ലാ സഭകളിലും പഠിപ്പിക്കുന്നത്, കൺവെൻഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ വ്യക്തികൾ വരുമ്പോഴത്തേക്കോ കൺവെൻഷനൊക്കെ സാധാരണ പറയാറുണ്ട്, ഇന്ന് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിക്കാൻ, കർത്താവിനെ വിശദമായി സ്വീകരിച്ച് മുമ്പോട്ട് വരാൻ താല്പര്യമുള്ള എഴുതി കയറി വരിക, മുമ്പോട്ട് വരിക. ഇന്ന് രാത്രി നിന്റെ പേര്, അല്ലെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. സാത്താന, പക്ക സാത്താന ഇത് വിളിച്ച് പറയുന്നത്. ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടും ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന സമ്പ്രദായം ബൈബിളിലെങ്ങും ഇല്ല. ഇതൊക്കെ എഴുതി കഴിഞ്ഞു, പണ്ടേ എഴുതി മായ്ക്കുന്ന സമ്പ്രദായമേ ഉള്ളൂ. ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പേർ ചൊല്ലി വിളിച്ച് അവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞ്. മോശയോടും പറയുന്നത്, മോശ പറഞ്ഞത്, കർത്താവെ അത് വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ അവരുടെ പേര് നീക്കിക്കളയുമെന്ന് പറയുമ്പോൾ മോശ പറയാണ്, കർത്താവെ എൻ്റെ പേര് നീക്കിക്കള, അവരുടെ പേര് നീക്കിക്കളയണ്ടെന്ന്. ദൈവം എന്ത് പറഞ്ഞറിയാമോ, നിന്നോട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നീ പോകാൻ ഞാൻ അവരുടെ പേർ ജീവപുസ്തകത്തിൽ മായ്ക്കുക തന്നെ ചെയ്യും. ഇവിടെയും പറയുന്നു മായ്ക്കാതിരിക്കും. അതായത് പണ്ടേ എഴുതും, ഇടയ്ക്ക് വെച്ച് എഴുതുന്നൊരു സമ്പ്രദായമില്ല. ഓരോ രാത്രിയിലും മാനസാന്തരപ്പെടും, ഓരോ നിമിഷവും മാനസാന്തരപ്പെടും എഴുതുന്ന പ്രവൃത്തിയല്ല. ഞാൻ വിശ്വാസത്തിൽ മാനസാന്തരത്തിൽ പെടുമോ വരുമോ ഇല്ലയോ എന്ന് കർത്താവിന് മുന്നമേ അറിയാം. അല്ല ഞാൻ വരുമ്പോൾ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ യേശു എഴുതി വെച്ചതുകൊണ്ട് ഞാൻ വന്നു, എൻ്റെ പേര് എഴുതാത്തതുകൊണ്ട് ഞാൻ വന്നില്ല എന്നൊന്നും വാദിക്കാൻ പറ്റില്ല. ഇപ്പം 1000 പേരെ ഞാൻ വിളിച്ചിട്ട് ഒരു സുവിശേഷം അറിയിച്ച രക്ഷയിലേക്ക് എത്ര പേര് വരുമെന്ന് ഞാൻ 1000 പേരെ വിളിച്ചിട്ട് അറിഞ്ഞ് കാലാകാലങ്ങളിലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനം വരെ കർത്താവിന് അവരെ സൃഷ്ടിക്ക് മുമ്പേ അറിയാം ഇതിൽ എത്ര എണ്ണം നിലനിൽക്കുന്നവൻ്റെ പേര് അവിടെ എഴുതി വയ്ക്കും. ഇതാ കർത്താവിൻ്റെ മുന്നറിവ്. പിശാച് ഇതും തെറ്റിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പേരെഴുതുന്ന സമ്പ്രദായം ഒന്നുമില്ല. ഇന്ന് പേരെഴുതുന്ന നീ മുൻപോട്ട് വന്നൊക്കെ സാത്താൻ അതെല്ലാം പഠിപ്പിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞ് ശുശ്രൂഷയൊക്കെ നടന്നതാണ്. സ്നാനത്തിന് ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ തെറ്റാണെന്ന് പിന്നീട് മനസ്സിലാക്കിയത്. നമുക്ക് ഒരു വചനം തെറ്റിച്ചപ്പോൾ ഏതൻ തോട്ടം മുതൽ മരണം കടന്നു വരുന്നെങ്കിൽ ഇവരൊക്കെ എന്തെല്ലാം വചനം തെറ്റ് പഠിപ്പിക്കുന്നു. ശരിയായത് അറിയണമെങ്കിൽ വരിക. ഓക്കെ. അപ്പോൾ സർദീസ്, ഈ മാർട്ടിൻ ലൂതറിനെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ മുദ്രയാണ്, മൂന്നാമത്തെ മുദ്ര വെളിപ്പാട് പുസ്തകം 6:5 മുതൽ 6 വരെയുള്ള വചനമാണ്. വെളിപ്പാട് പുസ്തകം 6:5, 6 വാക്യങ്ങൾ. മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അഞ്ചാമത്തെ സഭാകാലം ഇതല്ല, അടുത്ത വചനമാണ്. നാലാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ട്. അപ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള കുതിരയെ കണ്ടു. സോറി മൂന്നാം മുദ്രയുടെ കീഴിലാണ് 5ഉം 6ഉം സഭാകാലങ്ങൾ. മൂന്നാമത്തെ മുദ്ര തന്നെയാണ് വെളിപ്പാട് പുസ്തകം 6:5, 6. മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതൊക്കെ വെളിപ്പാട് പഴയ ഞാൻ പെന്തക്കോസ്തിലായിരുന്ന സമയത്ത് പഠിപ്പിച്ചതും. അവരൊന്നും പറയുന്നത് മഹോദര കാലത്ത് ആഹാരത്തിനൊക്കെ കുറവില്ലാതെ വരും, അന്നാണ് തൂക്കി കൊടുക്കുന്നത്. അതൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ് മന്ന. യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല, എങ്കിൽ ഐഹികമായതിനെ പറയുക, അതിന് വേണ്ടിയിട്ട് വാദിക്കുകയും ഈ ജീവന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവ് ദൈവരാജ്യത്തിലുള്ളതാണ്, ഇതൊന്നുമല്ല, ഈ മന്നയൊന്നുമല്ല. ഈ സഭാകാലമാകുമ്പോൾ മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ച് അല്ലെങ്കിൽ ആ കുതിരപ്പുറത്ത് വരുന്നവൻ സഭയ്ക്കകത്ത്, സർദീസ് സഭ വിശുദ്ധീകരണത്തിലൂടെ കർത്താവ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം കൊടുത്തിട്ടില്ല. നോക്കൂ, നീതീകരണം വിശുദ്ധീകരണം ആകുന്നേ ഉള്ളൂ. അടുത്താണ് പരിശുദ്ധാത്മ. പെന്തക്കോസ്തിലാണ് പരിശുദ്ധാത്മാ അഭിഷേകമേ ഉള്ളൂ, അവരുടെ ഹൃദയത്തിൽ വരില്ല. ഇന്ന് ഞങ്ങൾ പോകുന്ന സഭയിൽ അപ്പോസ്തലന്മാരുടെ വിശ്വാസപ്രകാരമുള്ള സ്നാനം ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ മുദ്രയിടുന്നത്. നിങ്ങൾക്കും ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം സഭയിൽ ഇരുന്ന് എങ്ങനെ അറിയും? അതിനാണ് അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം ഞങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച 3 സ്നാനം നടന്നു, ഇനിയും വരാൻ പോകുന്നു സ്നാനങ്ങൾ വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ദൈവം അറിയിക്കും, മറ്റു പലരിലൂടെ അറിയിക്കും, ആരിലൂടെയെങ്കിലും അറിയിക്കും. ദൈവത്തിൻ്റെ ആളാണെങ്കിൽ വരും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരാൾ വന്ന്, കർത്താവ് ഞാനിത് അറിയാതെ, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നല്ലോ. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, പരസ്യ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരു പെന്തക്കോസ്ത് ഒരു പുരോഹിതനാണ്. ഇപ്പോഴാണ് നാമം മനസ്സിലായത്. സ്നാനപടം വരികയാണ്. ക്ലാസ് കേട്ടതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് മരിക്കുന്നത്. ആ പാപശരീരത്തെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് സ്നാനം. അത് യേശുക്രിസ്തു നാമത്തിൽ തന്നെ കുഴിച്ചിടണം. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ കുതിരപ്പുറത്ത് വരുന്നവൻ
ഒരു കറുത്ത കുതിര, അതായത് ആത്മീക അന്ധകാരം, ശരിയായ ദൈവവചനത്തെ കിട്ടാത്ത തരത്തിൽ മന്ന അടച്ചു കളയും. ഒരല്പം മാത്രമായിട്ടേ കിട്ടുള്ളൂ, കൂടുതൽ ദൈവവചനം കിട്ടുകയില്ല. ഓക്കെ. എന്നാൽ അക്കാലത്തിലെ ദൂതൻ നൽകുന്നത് റോമർ 12:1 ആ സന്ദേശം കേട്ട് അതിനു മുമ്പിലുള്ള സഭകളിലേക്ക് വിളിച്ചു പറയുമ്പോൾ ഈ സന്ദേശം കേട്ട് ജനം പുറത്തേക്ക് വരും. അവരാണ് ആ കാലത്ത് അതിനു മുമ്പ് നീതീകരണം. അതായത് മർത്തോമയും CSA കത്തോലിക്കലൊന്നുമില്ല, എല്ലാം തകിടം മറിച്ചതാണ്, സാത്താൻ്റെ സിംഹാസനം ഇട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് മാർട്ടിൻ കൊളംബെ ഉപയോഗിച്ച് പുറത്തേക്ക് വന്നത്. അപ്പോൾ CSA മാർത്തോമയും നീതീകരണം. ഇന്ന് ഇരുന്നിട്ട് ഒന്നും കിട്ടില്ല. ഇന്ന് ലാസ്റ്റ് വരെ വെളിപ്പാട് വരെ കൊടുത്തു കഴിഞ്ഞു. അവിടെ ഇരുന്നാൽ മരണം തന്നെയാണ്. നമുക്ക് ആ വ്യക്തികളും കോടിക്കണക്കിന് ജനവും എല്ലാം ശരിയായിരിക്കും, നോഹയുടെ കാലം വരെ എന്ന് പറഞ്ഞില്ലേ. അതല്ല, ഞാൻ ഈ പറയുന്നത് ഒന്നും ശരിയല്ല, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ കർത്താവ് നോഹയുടെ കാലത്ത് കൊന്നു കളഞ്ഞില്ലേ, ആ ജനത്തെ എല്ലാം വിളിച്ച് ഉണർത്തിക്കൊണ്ടുവന്നിട്ട് ക്ഷമ ചോദിക്കേണ്ടി വരും. ആ ബോട്ടിൽ വന്ന് കയറാനായിട്ട് ആരെങ്കിലും പോകുമോ? മഴ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടില്ല, മഞ്ഞ് പൊങ്ങിയാണ് ജലം വന്നത്. അതുമല്ല, മഴ കാണാതിരിക്കുക മഴയെന്ന് പറഞ്ഞു ബോട്ട് അങ്ങ് മലയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ച്, ബോട്ട് ഉണ്ടാക്കി വെച്ചതോ വെള്ളത്തെ ആഗിരണം ചെയ്ത് താന്നു പോകുന്ന തടി കൊണ്ട് ഉണ്ടാക്കി വെച്ച്, വാതിലങ്ങ് മുകളിലാണ്, മഴ കണ്ടിട്ടില്ല. തളർവാദ രോഗിയും പ്രായമുള്ളവരും കൊച്ചുകുട്ടികളും ഇവിടെ കിടക്കുന്നത് എല്ലാവരും അവിടെ നിന്ന് കയറുമോ? അതുകൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊന്നു കളഞ്ഞില്ലേ? അത് അല്ലെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ട് ദൈവം കൊല്ലാതിരുന്നോ? ഇല്ല, ഇന്നും അങ്ങനെ തന്നെ. കർത്താവ് യേശു ക്രിസ്തു എന്നൊരു പെട്ടകം നമുക്ക് തന്നു, ഒരൊറ്റ നാമം. ഇതിലുള്ള അല്ലാത്ത സകലതിനെയും കർത്താവ് കൊന്നുകളയും. നോഹയുടെ കാലം പോലെ തന്നെയാണ്. അതുകൊണ്ട് കേട്ട് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ഓക്കെ. റോമർ 12:1 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. അപ്പം നീതീകരണത്തിലൂടെയും അടുത്ത് മാർട്ടിൻ ലൂതറിലൂടെയും വിശുദ്ധീകരണത്തിലൂടെ നടത്തുകയാണ്. ഈ വചനം കേട്ട് ഇദ്ദേഹത്തിലൂടെ ദൈവം പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ വിശുദ്ധീകരണം വളരെ ഭക്തിയോടുകൂടി ആരാധിക്കണം. ഇന്നുണ്ട് ലൂതറൻ സഭയുണ്ട്, പിന്നെ ബ്രദറൻ ചർച്ച്, അങ്ങനെ കുറച്ചുപേരുണ്ട്. അവരിന്നും പറയുന്ന പരിശുദ്ധാത്മാവില്ല, അത് ആദ്യ നൂറ്റാണ്ടിൽ നിന്നുപോയെന്നു. നോക്കൂ, ആ ലൂതറൻ സഭയിൽ മാർട്ടിൻ ലൂതറിലൂടെ വിളിച്ചു വരുത്തുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയില്ല. പെന്തക്കോസ്തിന്റെ സംഘം അഭിഷേകം നൽകിയില്ലേ? അതവർ വിശ്വസിക്കുന്നില്ല. അപ്പം അതിന് തൊട്ട് മുമ്പിലുള്ള ദൈവിക വെളിപ്പാടിൽ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് അന്നുള്ള പ്രതിഫലമേ ഉള്ളൂ. ഇന്ന് പ്രതിഫലം കൂട്ടി ഏറ്റവും മാക്സിമത്തിൽ വന്നു. അതുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കാത്ത എല്ലാറ്റിനെയും കൊന്നുകളയും. മാർത്തോമയും CSA അന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടിൽ എന്നവർ നിൽക്കുന്നത്. അവരുടെ ഞാനൊരു നല്ല മാർത്തോമയിലുണ്ടായിരുന്നു 6-7 വർഷം, കത്തോലിക്കലുണ്ടായിരുന്നു. ബാംഗ്ലൂരായിരുന്ന സമയത്ത് 6 വർഷത്തോളം കത്തോലിക്കലുണ്ടായിരുന്നു. പിന്നെ പെന്തക്കോസ്തിൽ വന്നൊരു 8-9 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കർത്താവ് വിളിച്ച് ഇപ്പം 13 വർഷത്തോളമായി കർത്താവ് ശരിയായ അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്. അതാണ് ഞങ്ങളുടെ അറിയിക്കുന്നത്. അപ്പോൾ ജീവനും വിശുദ്ധിയുള്ള ആരാധനയായി ശരീരത്തെ സമർപ്പിക്കുക. ശരീരം കൊണ്ട് പാപം ചെയ്യാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, സെറ്റ് വലിക്കാൻ, ഇങ്ങനെയുള്ള ഒരുപാട് ശരീര വിശുദ്ധിയും കൂടി. കത്തോലിക്കലൊന്നുമില്ല, എന്തും ചെയ്യാം. മാർത്തോമ കാര്യം കുറച്ചൊക്കെ മദ്യപിക്കുന്നുണ്ട്, CSAയിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വിശുദ്ധീകരണം പറയുമ്പോൾ ഇതൊന്നും പാടില്ല എന്ന് കൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഒന്നാമത്തെ അപ്പോസ്തലന്മാരിലൂടെ കൊടുത്ത നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം. പിന്നെയോ വെളിപ്പാടിലാണ് തുടങ്ങിയത്. ഇപ്പം നേരെ തിരിച്ചാണ്. വെളിപ്പാടിൽ തുടങ്ങി നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, ഇങ്ങനെയായിരുന്നു. ഓക്കെ. അത് നമ്മൾ നേരെ തിരിച്ചിട്ട് വെളിപ്പാട് ഇപ്പം ലാസ്റ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വചനം പറഞ്ഞ് കേട്ട് വിശ്വസിച്ച ജനം പുറത്തേക്ക് വരും. ഈ വചനം വെളിപ്പെടുത്തി കൊടുത്ത് ലൂതർ ഈ വചനം ഇവിടെയും മുമ്പിലുള്ള സഭകളിലേക്കും വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ട് വിശ്വസിച്ചവർ മാത്രം പുറത്തേക്ക് വരികയും അപ്പോൾ വിശ്വസിക്കാത്തവരും വിശ്വസിച്ചവരും തമ്മിൽ ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇന്നലെയൊക്കെ സഭാകാലത്തിന്റെ 1ാം ഭാഗം കിട്ടുന്ന സമയത്ത് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നത് അവരിട്ടിട്ട് പോയി. ഒരു 2-3 ഗ്രൂപ്പുകളിൽ ഈ മെസ്സേജ് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു, മലയാളി പാസ്റ്റേഴ്സ് ഗ്രൂപ്പ്. അവരൊക്കെ ഇപ്പം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പോട്ടെ, തുടക്കത്തിൽ അവർ പോകും. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവും. കേട്ട് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ യുദ്ധം ഉണ്ടാവും. വിശ്വസിക്കുന്നവൻ പുറത്തേക്ക് വരും, അവരാണ് ആ കാലത്തിൽ ജയിച്ചവർ. യേശു എന്താ പറഞ്ഞത്? ഞാനും ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ജയിക്കുന്നവന്. ഇന്ന് മർത്തോമെന്ന് CSA വന്നിരുന്നിട്ട് കാര്യമില്ല, CSA ലൂതറിൽ വന്നിട്ട് കാര്യമില്ല, ലൂതറിന്ന് അല്ലെങ്കിൽ പെന്തക്കോസ്തിൽ വന്നിരുന്നിട്ടും കാര്യമില്ല. കാര്യം എന്നാൽ പെന്തക്കോസ്തിന് ശേഷം ഒരു സഭ തുടങ്ങി, അപ്പോസ്തലന്മാരുടെ അതേ വിശ്വാസത്തിലൂടെ. അതിലേക്കാണ് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇത് വാതിൽ വഴിയായിട്ട് ഇവിടെ കടക്കാൻ കഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ. ഇവിടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു നാമത്തിലാണ്. ഓക്കെ. ഇങ്ങനെ പുറത്തേക്ക് വന്നവരാണ് ലൂതറൻ സഭക്കാർ. ഇങ്ങനെ പുറത്ത് വന്നവരെ അതിനു മുമ്പിലുള്ള എല്ലാവരും പറഞ്ഞു, പോകരുത്, പിശാചാണ്, പോകരുത്. എന്നാലോ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അത് ആ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു.
ഒരു എപ്പിസോഡ് ഉണ്ടാവും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതിൽ പറയാം.